എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാഗ്രഹം ചിലപ്പോൾ അത് ഒരുപാട് ഡിലേ ആകും, കാലതാമസം വന്നേക്കാം അല്ലേ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം ഞാൻ ഇത്രയേറെ മാനിഫെസ്റ്റേഷൻസ് നടത്തിയിട്ടും എനിക്കത് നേടിയെടുക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ ഉള്ള നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെസ്സേജ് യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് നിങ്ങളോട് ആഗ്രഹത്തിനെ പറ്റി പറയാൻ ഉള്ളത് എന്നുള്ള ഒരു ടെസ്റ്റോ ഒരു ചാലഞ്ച് പോലെയുള്ള ഒരു പ്രാക്ടീസാണ് ഞാനിന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 2 ദിവസത്തെ ഒരു ചാലഞ്ചാണ് കേട്ടോ. നിങ്ങൾ ഒരു ദിവസമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൈൻ എന്നോ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്നോണം നിങ്ങൾക്കൊരു 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആ ഒരു സൂചന നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് യൂണിവേഴ്സിൻ്റെ തന്നെ നമ്പേഴ്സിലൂടെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെയുള്ള ഒരു സൈനാണ് ഈ പ്രാക്ടീസിലൂടെ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. എൻ്റെ ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ച് യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണോ തരാനുള്ളത് അത് നമ്പേഴ്സിലൂടെ ആയിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഏതൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ സൂചനകളാണ് ആഗ്രഹത്തെപ്പറ്റി നൽകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു കൂടുതലും ഇതിന് നിങ്ങൾക്ക് ഒരുപാട് നാളായി ആഗ്രഹിച്ച് നിങ്ങൾക്ക് നടക്കാത്തൊരാഗ്രഹമാണെങ്കിൽ അത്രയും ബെറ്റർ കേട്ടോ. കാരണം അതിനെക്കുറിച്ച് ആ ഒരു ആഗ്രഹം നമുക്ക് ആ ആഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. അപ്പോൾ ആ ആഗ്രഹത്തെക്കുറിച്ച് യൂണിവേഴ്സ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ ആദ്യം വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ മനസ്സിൽ അതിനെ ഓർത്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ശേഷം അതിനെ വ്യക്തമായി ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതണം. പ്ലെയിൻ പേപ്പർ, ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്ലെയിൻ പേപ്പർ ആകുന്നത് അത്രയും നല്ലത്. കാരണം നമ്മുടെ മനസ്സ് തോട്ട്ലെസ് ആണ്, ചിന്തകളിൽ നിന്ന് മുക്തമായി ഈ ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്നുള്ളൊരു ഫീലിന് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ബ്ലാങ്ക് പേപ്പർ തന്നെ നിങ്ങളോട് എടുക്കാൻ പറയുന്നത്. ശേഷം എഴുതേണ്ടത് ബ്ലൂ പെൻ ഉപയോഗിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആഗ്രഹം നമ്മൾ ഓർത്തെടുക്കുകയും അത് എഴുതുന്ന സമയത്ത് നിങ്ങൾ അത് നടന്നതായി കരുതി വേണം എഴുതാൻ. നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ഫീല് കൊടുത്തുള്ള അഫർമേഷൻ പോലെയാണ് നിങ്ങളത് എഴുതേണ്ടത്. എക്സാമ്പിളിന്, എൻ്റെ ഈ ഒരു ആഗ്രഹം അതിവേഗം നടന്നതിന് ഞാൻ ഈ യൂണിവേഴ്സിനോട് വളരെ നന്ദിയുള്ളവനും വളരെ സന്തോഷവാനുമാണ്. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സന്തോഷവും പ്രകടിപ്പിച്ചായിരിക്കണം ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി പൂർത്തിയാക്കേണ്ടത്. എൻ്റെ ഈ ഒരു ആഗ്രഹം അതിവേഗം നടന്നതിന് ഞാൻ ഈ യൂണിവേഴ്സിനോട് അതിയായി നന്ദിയുള്ളവനും അതോടൊപ്പം ഞാൻ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കണം. 2 വേർഡും അവിടെ ഉണ്ടായിരിക്കണം. നന്ദിയും നമ്മൾ അതിനുവേണ്ടി അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും നമ്മൾ ആ ഒരു ഇതിൽ എക്സ്പ്രസ് ചെയ്യണം. കഴിഞ്ഞതായി കരുതിയായിരിക്കണം നിങ്ങൾ ആഗ്രഹം വ്യക്തമായി എഴുതുക. ഞാനിവിടെ എൻ്റെ ഈ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങളുടെ ഏതൊരു ആഗ്രഹമാണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആഗ്രഹത്തെ വ്യക്തമായി അതിൽ എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ്, ഞാൻ എൻ്റെ ഈ ഒരു ആഗ്രഹം അതിവ്യക്തമായി തന്നെ യൂണിവേഴ്സിനെ അറിയിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ആവശ്യമെന്നത് 2 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സിൽ നിന്നും എൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ മെസ്സേജാണ്. അതും എനിക്ക് ലഭിക്കേണ്ട വ്യക്തമായ നമ്പേഴ്സിലൂടെ ആയിരിക്കണം എന്ന് പറയണം കേട്ടോ. നമുക്ക് ആ ഒരു യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ഞാൻ നമ്പേഴ്സിലൂടെ അറിയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ആ ഒരു കണ്ണുകളടച്ച് പറയുക യൂണിവേഴ്സിനോട്. ആ ഒരു വൈബ്രേഷൻ അത്രയും നമ്മൾ ഫീലോടുകൂടി പറഞ്ഞാൽ മാത്രമേ യൂണിവേഴ്സിലൂടെ എത്തുകയുള്ളൂ. ഒപ്പം പരിപൂർണമായും ആത്മാർത്ഥമായി നിങ്ങൾ പറയുക കേട്ടോ, നടക്കും എന്നുള്ള രീതിയിൽ തന്നെ. ഇനി നിങ്ങൾ ഇതിന് ശേഷം ഈ 2 ഡേയ്സിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വെറും കുറേ നമ്പേഴ്സ് ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. 111, 222, 333 അതുപോലുള്ള റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സിലൂടെ ആയിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം നൽകുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സ് കാണുമ്പോൾ അത് എന്താണ് അതിൻ്റെ സൂചന എന്നുകൂടി, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നതെന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് യൂണിവേഴ്സ്
നൽകുന്നത്. ഇപ്പോൾ 111 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിനോട് പറഞ്ഞത്, ആ ആഗ്രഹത്തിനായിട്ടുള്ള എനർജി അലൈൻഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് 111 31 അതാണ് 111 എന്ന നമ്പർ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ 222 എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള ഒരു മീനിങ്ങാണ് 222 നൽകുന്നത്. എന്നാൽ 333 എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് ഏഞ്ചൽസ് ഗൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിലോട്ട് നിങ്ങളെ എത്തിച്ചേർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഒരു ഗൈഡിങ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് കേട്ടോ. എന്നാൽ 444 ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ യൂണിവേഴ്സിൻ്റെ പരിപൂർണമായൊരു സുരക്ഷ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ അതിനുവേണ്ടി എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു സൈനാണ് 444. ഇനി 555 ആണെങ്കിൽ ഒരു വലിയൊരു മാറ്റം നിങ്ങളിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു അവസരത്തിൻ്റെ രൂപത്തിലായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അതുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കോമണായിട്ട് കാണുന്ന നമ്പേഴ്സ് ഈ ഇത്രയും നമ്പേഴ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കമൻസിലൂടെ പറയുക, അതെന്താണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ കമൻസിൽ പറഞ്ഞേക്കാം. കോമണായിട്ട് ഇതേപോലുള്ള റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ റിപ്പീറ്റേറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ റാൻഡമായിട്ട് നമ്മുടെ മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ടൈം ഇതിലേതെങ്കിലും ഒരു റിപ്പീറ്റേറ്റീവ് നമ്പർ ആകാം. അല്ലെങ്കിൽ ഫോണിൻ്റെ നമ്മൾ ഫോണിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഒരു നമ്പറായിരിക്കും. നമ്മൾ ഈവൻ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ വീഡിയോ ലെന്തിൽ വരുന്ന നമ്പർ ഇതായിരിക്കാം. വീഡിയോസിൽ കൊടുക്കുന്ന ലൈക്സ് നിങ്ങൾ കാണുന്നതായിരിക്കും. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പർ കണ്ണിൽപ്പെടാം. അല്ലെങ്കിൽ ആരെങ്കിലും ഇതേപോലുള്ള നമ്പേഴ്സ് പറയുന്നത് നിങ്ങൾ കേൾക്കാം, യാദൃശ്ചികമായിട്ട് പറയുന്നത് കേൾക്കാം. എങ്ങനെ വേണമെങ്കിലും ഈ 2 ഡേയ്സിനുള്ളിൽ ആ ഒരു നമ്പർ റിപ്പീറ്റേറ്റീവ് നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും. കോമൺ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്പേഴ്സാണ് കാണുന്നത്. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക, അതെന്താണ് അതിൻ്റെ മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നു, ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ലോങ് ടൈം നിങ്ങൾ ഒരുപാട് കാലമായി നിങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹമായിരിക്കണം ഇതിലൂടെ നിങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടത് കേട്ടോ. അതും പരിപൂർണമായി വിശ്വസിക്കുക. ഞാനിത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് വ്യക്തമായ ഒരു സന്ദേശം യൂണിവേഴ്സ് എനിക്ക് നൽകുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതും ഒരു ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷനാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് ഏത് നമ്പറാണ്, എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കത് അറിഞ്ഞേ തീരൂ എന്നുള്ളതൊക്കെ ഒരു ഇത് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാലും എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.